going to discuss about some sampled C++ programs. In the previous video, we discussed the basic structure of C++ program. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ C++ പ്രോഗ്രാമിൻ്റെ പ്രോഗ്രാമിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ അതിൻ്റെ സ്ട്രക്ചർ പഠിച്ചു. C++ലെ ആവശ്യമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സിനെ കുറിച്ച് പഠിച്ചു. ഇനി നമ്മൾ എങ്ങനെയാണ് ഒരു പ്രോഗ്രാം സിമ്പിളായിട്ട് നമ്മൾ പ്രോഗ്രാംസ് എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ഈ വീഡിയോ. സോ ഫസ്റ്റ് പ്രോഗ്രാം ടു ഡിസ്പ്ലേ എ മെസ്സേജ്. നമുക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യണം. അങ്ങനെ ഒരു മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യാനുള്ള ഒരു ചെറിയൊരു പ്രോഗ്രാമാണ് നമ്മൾ ഫസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ നമുക്കറിയാം the basic structure of C++ program starting with pre-processor directive. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവ് ആണ് #include IOStream. IOStream is the header file. ഈ ഹെഡർ ഫയലിലാണ് cin, cout എന്നീ ഒബ്ജക്റ്റുകളെ കുറിച്ചുള്ള ലൈബ്രറി ഫയൽസ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തത് നെയിം സ്പേസ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. യൂസിങ് നെയിം സ്പേസ് നമ്മൾ യൂസ് ചെയ്യുന്ന നെയിം സ്പേസ് ആണ് std. ഇനി നമ്മൾ എല്ലാ C++ പ്രോഗ്രാംസും റൈറ്റ് ചെയ്യുന്നത് മെയിൻ ഫങ്ഷൻ്റെ അകത്ത് നിന്നാണ്. സോ ഒരു ഫസ്റ്റ് സ്ട്രക്ചർ ഇൻറ്റ് മെയിൻ സ്റ്റാർട്ടിങ് വിത്ത് കേളി ബ്രാക്കറ്റ്. ഈ ബ്രാക്കറ്റിൻ്റെ അകത്താണ് നമ്മൾ പ്രോഗ്രാംസ് എഴുതാനുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതുന്നത്. സോ C++ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ കേളി ബ്രാക്കറ്റിൻ്റെ അകത്ത് നിന്നാണ്. ഇതിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് അത് എക്സിക്യൂട്ട് ചെയ്യുക. ആൻഡ് എൻഡ്സ് വിത്ത് ദ ക്ലോസിങ് കേളി ബ്രാക്കറ്റ്. സോ നമുക്കറിയാം ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ ഒറ്റ സ്റ്റേറ്റ്മെൻറ്റേ ഉള്ളൂ. സി ഔട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് ഈസ് ആൻ ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ്. സോ സ്വാഭാവികമായിട്ടും എന്താണോ അവിടെ റൈറ്റ് ചെയ്തിട്ടുള്ളത് അത് മോണിറ്ററിൽ ഡിസ്പ്ലേ ചെയ്യും. സോ ഇവിടെ നമ്മൾ ഡബിൾ കോട്ട്സിൻ്റെ അകത്ത് എന്താണോ എഴുതിയിട്ടുള്ളത് അത് അതേപോലെ നമുക്ക് മോണിറ്ററിൽ വ്യൂ ചെയ്യും. സോ ഇവിടെ ഈ സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. സ്വാഭാവികമായിട്ടും ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും മോണിറ്ററിൽ ഡിസ്പ്ലേ ചെയ്യുക. സോ നമുക്ക് ഔട്ട്പുട്ടായിട്ട് കാണുന്നത് ഇങ്ങനെയായിരിക്കും. Smoking is injurious to health. Second program to find the sum of two numbers. രണ്ട് നമ്പേഴ്സിൻ്റെ സമ്മ് കാണാനുള്ള ഒരു ചെറിയ പ്രോഗ്രാമാണ് അടുത്ത നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ എല്ലാ പ്രോഗ്രാമിൻ്റെയും ബേസിക് സ്ട്രക്ചർ ഒന്ന് തന്നെയാണ്. #include IOStream using namespace std int main. ഇതിൻ്റെ അകത്ത് എഴുതുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിരിക്കും ഓരോ പ്രോഗ്രാമിലും ഡിഫർ ചെയ്യുന്നത്. അത് ആ പ്രോഗ്രാം എന്താണോ ചെയ്യുന്നത് അതിനനുസരിച്ചാണ് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതുന്നത്. സോ ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് രണ്ട് നമ്പേഴ്സിൻ്റെ സമ്മ് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പ്രോഗ്രാമിൻ്റെ അകത്ത് സ്റ്റേറ്റ്മെൻറ്റ്സിലെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എപ്പോഴും ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും. സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ പഠിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എഴുതുന്ന ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. സോ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പറയും നമ്മൾ ഈ പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്ന വേരിയബിൾസ് ഏതൊക്കെയാണ്, അതിൻ്റെ ഡാറ്റ ടൈപ്പ് എന്താണ് എന്ന് ഡിക്ലെയർ ചെയ്ത് വെക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. സോ നമ്മളിവിടെ വേരിയബിൾസ് ആണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പേര് യൂസർ ഡിഫൈൻഡ് ആയിട്ടുള്ള നെയിംസ് കൊടുക്കാം. അപ്പോൾ എപ്പോഴും യൂസർ ഡിഫൈൻഡ് നെയിംസ് കൊടുക്കുമ്പോൾ അനുയോജ്യമായിട്ടുള്ള നെയിംസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അതിന് പ്രോഗ്രാമിൽ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് നമ്പേഴ്സ് വേണം അല്ലേ. ഇപ്പോൾ num1, num2. അതേപോലെ അതിൻ്റെ റിസൾട്ട് സ്റ്റോർ ചെയ്യാൻ വേറെ വേരിയബിൾ കൂടെ ഡിക്ലെയർ ചെയ്തു സം. ഇതെല്ലാം നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഡിപ്പെൻഡ്സ് ഓൺ നമ്മളുടെ പ്രോഗ്രാമിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മളുടെ കൺവീനിയൻസിനനുസരിച്ച് ഇഷ്ടമുള്ളൊരു പേര് നമുക്ക് അവിടെ വേരിയബിളിന് കൊടുക്കാം. ഇനി ഇത് എന്ത് ഡാറ്റ ടൈപ്പാണ്? ഇൻറ്റ്. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഉദ്ദേശിക്കുന്ന ഡിക്ലറേഷനാണ്. അപ്പോൾ ഈ വേരിയബിളിനകത്ത് സ്റ്റോർ ചെയ്യുന്ന ഡാറ്റയുടെ ടൈപ്പ് എന്താണ്? സോ ഇൻറ്റീജർ ആണെങ്കിൽ ഇൻറ്റ്, ഫ്ലോട്ട് ആണെങ്കിൽ ഫ്ലോട്ട്, ഡിപ്പെൻഡ്സ്. നമുക്കത് പ്രോഗ്രാമിൻ്റെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഡിക്ലെയർ ചെയ്യാം. ഇവിടെ ഇൻറ്റീജറായിട്ടാണ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. സോ ഇൻറ്റ് num1, num2, സം. അപ്പോൾ നമ്മൾ ഈ പ്രോഗ്രാമിന് ആവശ്യമായി വേരിയബിൾസ് എല്ലാം ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഡിക്ലെയർ ചെയ്തു. num1 ഈസ് എ വേരിയബിൾ, num2 ഈസ് അനദർ വേരിയബിൾ, സം ഈസ് അനദർ വേരിയബിൾ. 3 വേരിയബിൾസ് ഡിക്ലെയർ ചെയ്തു. ഈ 3 വേരിയബിൾസിനകത്ത് സ്റ്റോർ ചെയ്യുന്ന ഡാറ്റയുടെ ടൈപ്പ് എന്താണ്? ഇൻറ്റീജറാണ്, ഇൻറ്റ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് സി ഔട്ട് കണ്ടാൽ അറിയാം ദിസ് ഇസ് എൻ ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ്. അവിടെ എന്താണോ കൊടുത്തിട്ടുള്ളത് അതേപോലെ മോണിറ്ററിൽ ഡിസ്പ്ലേ ചെയ്യും. സി ഔട്ട് ഇവിടെ നമ്മൾ എന്താ കൊടുത്തില്ല? എൻ്റെ 2 നമ്പേഴ്സ്. അപ്പോൾ മോണിറ്ററിൽ എന്താ ഡിസ്പ്ലേ ചെയ്യുന്നത്? 2 നമ്പേഴ്സ്. ആ സ്റ്റേറ്റ്മെൻറ്റ് അതേപോലെ മോണിറ്ററിൽ കാണാം. എൻ്റെ 2 നമ്പേഴ്സ്. അപ്പോൾ നമ്മളോട് പറയുകയാണ് 2 നമ്പേഴ്സ് ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്.
തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കൂ, സി എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് എൻ ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ നമ്മൾ കീബോർഡിലൂടെ എന്താണോ എൻ്റർ ചെയ്യുന്നത് അത് അക്സെപ്റ്റ് ചെയ്യുന്നതാണ് സി എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ്. അപ്പോൾ ഇവിടെ 2 നമ്പേഴ്സ് ഇൻപുട്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ സി ഇൻ കണ്ടോ, അപ്പോൾ ഫോളോഡ് ബൈ ഇൻപുട്ട് ഓപ്പറേറ്റർ. അപ്പോൾ നമ്മൾ ആദ്യം കൊടുക്കുന്ന ഡാറ്റ ആരിലേക്ക് ഇൻപുട്ട് ചെയ്തു? num1 ഇൻപുട്ട് ചെയ്തു. വീണ്ടും അത് സ്റ്റോപ്പ്, അതവിടെ ഇങ്ങനെ നിൽക്കും. അടുത്ത് നമ്മൾ എന്താണോ ഇൻപുട്ട് ചെയ്യുന്നത് ആ ഇൻപുട്ട് ചെയ്യുന്ന വാല്യൂ ആരിലേക്ക് സ്റ്റോർ ചെയ്തു? num2. അപ്പോൾ ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഇവിടെ ഇൻപുട്ട് ഓപ്പറേറ്റർ മാത്രം കൊടുത്താൽ മതി. സി എന്നുള്ള ഒബ്ജക്റ്റ് ഒറ്റ പ്രാവശ്യം എഴുതാം, ഫോളോഡ് ബൈ നമ്മൾ ഓരോ വേരിയബിളിലേക്ക് ഇൻപുട്ട് ചെയ്യുമ്പോൾ ഇൻപുട്ട് ഓപ്പറേറ്റർ മാത്രം കൊടുത്താൽ മതി. അതല്ലെങ്കിൽ നമുക്ക് 2 സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടും എഴുതാം. സി ഇൻ num1 സെമിക്കോളൻ, അടുത്തതിൽ സി ഇൻ num2. അങ്ങനെ നമുക്ക് എഴുതാം, രണ്ട് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട്. അല്ലെങ്കിൽ നമുക്കത് രണ്ടും കൂടെ കൂട്ടിച്ചേർത്തിട്ട് ഇങ്ങനെ എഴുതാം. അപ്പോൾ 2 വാല്യൂസ് ഇൻപുട്ട് ചെയ്തു. ഇനി 4ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ത് സ്റ്റേറ്റ്മെൻറ്റാണ്? ഇറ്റ് ഈസ് എൻ അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ RHS എന്താണോ അത് ചെയ്ത് ആ എക്സ്പ്രഷൻ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ടാണ് LHSലേക്ക് സ്റ്റോർ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ num1 + num2 നമ്മൾ എന്താണോ ഇപ്പോൾ കൊടുത്തിട്ടുള്ള 2 വാല്യൂ കൂടെ സം ചെയ്തു, ആ റിസൾട്ട് ആരിലേക്ക് സ്റ്റോർ ചെയ്തു? സം എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തു. സി ഔട്ട്, എഗെയിൻ ദിസ് ഇസ് എ ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ എന്താ അവിടെ ആദ്യം ഡിസ്പ്ലേ ചെയ്തത്? സം ഈക്വൽ ടു, കാരണം ഡബിൾ കോട്ട്സിൽ എന്ത് കൊടുത്തോ അതേപോലെ ബോണ്ട് ഡിസ്പ്ലേ ചെയ്യും. സം ഈക്വൽ ടു, വീണ്ടും നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട് എന്താണ്? സം. ഇത് വേരിയബിളാണ് അല്ലേ. ഡബിൾ കോട്ട്സിനകത്ത് എന്ത് കൊടുത്തോ അതേപോലെ മോണ്ട് ഡിസ്പ്ലേ ചെയ്യും. പക്ഷേ ഇത് ഡബിൾ കോട്ട്സിനകത്തല്ല, ബിക്കോസ് ഇറ്റ് ഈസ് എ വേരിയബിൾ. അപ്പോൾ അതിൻ്റെ വാല്യൂ ആണ് അവിടെ പ്രിൻറ്റ് ചെയ്യാം. അപ്പോൾ സം ഈക്വൽ ടു, അപ്പോൾ ഈ ഒരു വേരിയബിളിൻ്റെ അകത്ത് നമ്മൾ ഈ എക്സ്പ്രഷൻ്റെ റിസൾട്ട് ഉണ്ടാവും. num1 + num2 ആഡ് ചെയ്ത റിസൾട്ട് സമ്മിലുണ്ടാവും. അപ്പോൾ സം ഈക്വൽ ടു പറഞ്ഞാൽ നമ്മൾ അതായിരിക്കും ഇവിടേക്ക് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ 2 നമ്പേഴ്സ് നമ്മൾ ഇതിൻ്റെ ഔട്ട്പുട്ട് ഇങ്ങനെയായിരിക്കും. എൻ്റെ 2 നമ്പേഴ്സ്, അപ്പോൾ നമ്മൾ 2 വാല്യൂ ഇൻപുട്ട് ചെയ്തു, 5ഉം 10ഉം. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത്? 5 + 10, സമ്മിൻ്റെ വാല്യൂ 15. അപ്പോൾ ഔട്ട്പുട്ടിൽ എന്താ വരിക? സം ഈക്വൽ ടു 15. ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ വ്യൂ ചെയ്യുന്നത്. 3ാമത്തെ പ്രോഗ്രാം ടു ഫൈൻഡ് ദ ആവറേജ് ഓഫ് 3 നമ്പേഴ്സ്. 3 നമ്പേഴ്സിൻ്റെ ആവറേജ് അല്ലെങ്കിൽ ശരാശരി കാണാനുള്ളൊരു പ്രോഗ്രാം. ആവറേജ് എന്നാണെന്ന് നമുക്കറിയാം. ആവറേജ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ. 3 നമ്പേഴ്സ് ആണെങ്കിൽ 3 നമ്പേഴ്സിൻ്റെ സമ്മ് കണ്ടിട്ട് ഡിവൈഡഡ് ബൈ 3 ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്തൊക്കെ വേണം? ബേസിക് സ്ട്രക്ചർ എല്ലാ പ്രോഗ്രാമിൻ്റെയും ഒന്ന് തന്നെയാണ്. ഹാഷ് ഇൻക്ലൂഡ് IOStream, യൂസിങ് നെയിം സ്പേസ് std, int main, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. അപ്പോൾ ഇവിടെ 3 വേരിയബിൾസ് നമ്മൾ ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ വേരിയബിളിന് പേര് കൊടുക്കാമെന്ന് പറഞ്ഞു. സിംപ്ലി ഞാനിവിടെ കൊടുത്തു A, B, C, 3 വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. എന്താ അതിൻ്റെ ടൈപ്പ്? ഇൻറ്റീജർ. അപ്പോൾ ഇൻപുട്ട് ചെയ്യുന്ന ഡാറ്റ ടൈപ്പ് ഇൻറ്റീജർ. അപ്പോൾ ഇൻറ്റ് A, B, C എന്ന് പറഞ്ഞാൽ 3 വേരിയബിൾ കൊടുത്തു. ആവറേജ് എന്ന് പറയുമ്പോൾ സാധാരണ ഒരു ഫ്ലോട്ടിംഗ് പോയിൻറ്റ് വാല്യൂ ആണ് അല്ലേ, ഒരു ദശാംശം നമ്പർ വാല്യൂ ആയിരിക്കും നമുക്ക് ഉണ്ടാവുന്നത്. ഡിവിഷൻ ആണല്ലോ ചെയ്യുന്നത്. അപ്പോൾ നമ്മളത് ഫ്ലോട്ടായിട്ട് ഡിക്ലെയർ ചെയ്തു. AVG എന്ന് പറഞ്ഞൊരു വേരിയബിളിൻ്റെ പേര് കൊടുത്തു. അത് ഡാറ്റ ടൈപ്പ് എന്താണ്? ഫ്ലോട്ട്. അപ്പോൾ 2 ഡിക്ലെയർ സ്റ്റേറ്റ്മെൻറ്റ്. ഇപ്പോൾ ഡിക്ലെയർ ചെയ്യാനുള്ളതൊക്കെ നമ്മൾ ആദ്യമേ ചെയ്ത് വെക്കണം. ഇനി നമ്മളത് സി ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ്. എന്താണ് ഇവിടെ മോണിറ്റർ ഡിസ്പ്ലേ ചെയ്യുക? എൻ്റർ എനി 3 നമ്പേഴ്സ്. അപ്പോൾ മോണിറ്ററിൽ കാണാം എൻ്റർ എനി 3 നമ്പേഴ്സ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള 3 നമ്പേഴ്സ് ഇൻപുട്ട് ചെയ്യാൻ. അപ്പോൾ നമുക്ക് 3 വാല്യൂസ് ഇൻപുട്ട് ചെയ്യണം അല്ലേ. അപ്പോൾ ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റിൽ സി ഇൻപുട്ട് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്, ഒബ്ജക്റ്റാണ്. ആദ്യത്തെ വാല്യൂ A എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് കൊടുത്തു. പിന്നെ നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന കീബോർഡിൽ ഇൻപുട്ട് ചെയ്യുന്ന വാല്യൂ Bയിലേക്ക് സ്റ്റോർ ചെയ്തു. പിന്നെ ഇൻപുട്ട് ചെയ്യുന്ന വാല്യൂ Cയിലേക്ക് സ്റ്റോർ ചെയ്തു. അപ്പോൾ Aക്കും Bക്കും Cക്കും വാല്യൂ ആയി. അപ്പോൾ നമുക്ക് നോക്കാം ഇങ്ങനെയായിരിക്കും. എൻ്റർ എനി 3 നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ മോണിറ്ററിൽ കാണാം. നമ്മൾ കൊടുത്തു ഫോർ എക്സാമ്പിൾ 2, 4, 6. അപ്പോൾ Aയുടെ വാല്യൂ 2, Bയുടെ വാല്യൂ 4, Cയുടെ വാല്യൂ 6. 2, 4, 6 ആണ് അല്ലേ. അപ്പോൾ ഈ ഒരു എക്സ്പ്രഷൻ എന്താണ്? ദിസ് ഈസ് എൻ അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ RHS ആദ്യം ചെയ്തിട്ട് ആ വാല്യൂ ആണ് ഈ വേരിയബിളിലേക്ക് LHSലേക്ക് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഈ എക്സ്പ്രഷനിൽ നോക്കൂ, നമ്മൾ പ്രയോറിറ്റി പ്രിസിഡൻസ് എല്ലാം പഠിച്ചതാണ്. ആദ്യം നമ്മൾ ചെയ്യുന്നത് ബ്രാക്കറ്റാണ്. അപ്പോൾ ബ്രാക്കറ്റിലുള്ളത് ആദ്യം ചെയ്യണം. A + B + C. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 + 4 + 6, ദാറ്റ് ഈസ് ഈക്വൽ ടു 12. 12 ഡിവൈഡഡ് ബൈ 3.0, കാരണം നമ്മളിവിടെ ഫ്ലോട്ടാണ് അല്ലേ. അപ്പോൾ 12 ഡിവൈഡഡ് ബൈ 3.0 പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന എത്രയായിരിക്കും? 4.0 ആയിരിക്കും. അതായിരിക്കും AVGയിലേക്ക് സ്റ്റോർ ചെയ്യുന്നത്. നെക്സ്റ്റ് സി ഔട്ട്. അപ്പോൾ നമ്മൾ സി ഔട്ട് മോണിറ്ററിലേക്ക് നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നത് ഈ ഡബിൾ കോട്ട്സിൽ എന്ത് കൊടുത്ത് അതേപോലെ കാണാം. ആവറേജ് ഈസ്, ഇതെന്താണ്? വേരിയബിളാണ്. എന്താണ് ഇവിടെ? 4. അപ്പോൾ ആവറേജ് ഈസ് 4.0 എന്നായിരിക്കും ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്.
ഇവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൻ്റെ അകത്തുള്ള എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും ഈ മെയിനിൻ്റെ അകത്ത് കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യണ വരെ യൂസ് ചെയ്യുന്ന എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെയും അവസാനം സെമി കോളൻ നിർബന്ധമാണ്. എവറി സ്റ്റേറ്റ്മെൻറ്റ്സ് എൻഡ്സ് വിത്ത് സെമി കോളൻ. ദാറ്റ്സ് എ സിൻടാക്സ്. അതൊരു റൂളാണ്. റിട്ടേൺ 0 എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടില്ലെങ്കിലും എറർ വരില്ല. ദാറ്റ്സ് എ വാർണിംഗ് ആയിട്ടേ വരുന്നുള്ളൂ. അത് നമുക്ക് കൂടുതലായിട്ട് നമ്മൾ പിന്നെ പഠിക്കും. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതൽ കൺഫ്യൂഷനിലേക്ക് പോകാതിരിക്കാനാണ് നമ്മൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് ഇപ്പോൾ ഇവിടെ പറയാത്തത്. അടുത്തൊരു പ്രോഗ്രാം ടു ഫൈൻഡ് ദ ഏരിയ ആൻഡ് പെരിമീറ്റർ ഓഫ് എ സർക്കിൾ. ഒരു സർക്കിളിൻ്റെ ഏരിയയും കാണണം, പെരിമീറ്ററും കാണാം. അപ്പോൾ നമുക്ക് അറിയേണ്ടത് അതിൻ്റെ ആവശ്യമായിട്ടുള്ള ഇക്വേഷനാണ്. സർക്കിളിൻ്റെ ഏരിയ കാണാൻ πr², പെരിമീറ്റർ കാണാൻ 2πr. അപ്പോൾ പൈ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതൊരു ഫിക്സഡ് വാല്യൂ ആണ്, ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ് അല്ലേ. പിന്നെ നമുക്ക് എന്താ അവിടെ ഇൻപുട്ട് ചെയ്യാനുള്ളത്? റേഡിയസ് മാത്രമാണ്. 2πr എന്ന് പറയുമ്പോൾ 6 മാത്രമാണ്. πr² 6 മാത്രം. അപ്പോൾ ഇൻപുട്ട് ചെയ്യാൻ 6 മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. ബാക്കിയുള്ള സ്ട്രക്ചർ എല്ലാം സെയിം ആണ്. ഹാഷ് ഇൻക്ലൂഡ് IO സ്ട്രീം യൂസിങ് നെയിം സ്പേസ് std ഇൻറ്റിമേറ്റ്. അപ്പോൾ നോക്കൂ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഒരു വേരിയബിൾ കോൺസ്റ്റൻ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ അതിന് തൊട്ട് മുന്നേ നമ്മൾ കോൺസ്റ്റ് എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്യണം. സോ കോൺസ്റ്റ് ഈസ് എ കീവേഡ്. നമ്മളിവിടെ ആരെയാണ് കോൺസ്റ്റൻ്റ് ആക്കുന്നത്? പൈ എന്ന് പറഞ്ഞ ഈ വേരിയബിളിനെയാണ്. അപ്പോൾ പൈ എന്ത് വാല്യൂ ആണ്? ഫ്ലോട്ടാണ്. അപ്പോൾ ഡാറ്റ ടൈപ്പ് കൊടുത്തിരിക്കണം. കോൺസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ വേരിയബിളിൻ്റെ പ്രത്യേകത വേരിയബിളിൻ്റെ വാല്യൂ ഓരോ എക്സിക്യൂഷനും ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. എങ്കിൽ ആ വേരിയബിളിനെ കോൺസ്റ്റൻ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ് തൊട്ട് മുന്നേ കോൺസ്റ്റ് എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്താൽ മതി. ആ ഒരു വേരിയബിൾ കോൺസ്റ്റൻ്റ് ആയി മാറിയിട്ടുണ്ടാവും. പിന്നെ ത്രൂ ഔട്ട് ദ പ്രോഗ്രാം ആ വാല്യൂ ഫിക്സഡ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു വാല്യൂ, ഫോർ എക്സാമ്പിൾ ഇവിടെ പൈ എന്ന് പറയുന്ന സമയത്ത് കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ് 3.14. അപ്പോൾ നമ്മളത് ഫിക്സഡ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ ആ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ് തൊട്ട് മുന്നേ കോൺസ്റ്റ് എന്ന് കൊടുത്തു. കോൺസ്റ്റ് ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ പൈയുടെ വാല്യൂ ഫയൽ സ്റ്റോർ ചെയ്യാൻ നമുക്കറിയാം ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ ആണ് അല്ലേ. കോൺസ്റ്റ് ഫ്ലോട്ട് പൈ ഈക്വൽ ടു 3.14. അപ്പോൾ പൈ എന്ന ഈ വേരിയബിൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ അതെന്തായി മാറി? അതൊരു കോൺസ്റ്റൻ്റായി മാറി. ഇനി നമുക്ക് എന്തൊക്കെ വേണം? റേഡിയസ് വേണം അല്ലേ, R വേണം, ഏരിയ വേണം, പെരിമീറ്റർ വേണം. അതൊക്കെ സ്റ്റോർ ചെയ്യണം. അപ്പോൾ അതിനൊക്കെ നമ്മൾ 3 വേരിയബിൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള 3 വേരിയബിൾസ് ഡിക്ലെയർ ചെയ്തു ഫ്ലോട്ടായിട്ട്. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ്, ദിസ് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ നമ്മൾ മോണിറ്ററിൽ ഡിസ്പ്ലേ ചെയ്യും എൻ്റർ ദ റേഡിയസ് ഓഫ് എ സർക്കിൾ. നമ്മളോട് ഇൻപുട്ട് ചെയ്യാൻ പറയുകയാണ് റേഡിയസ് ഓഫ് എ സർക്കിൾ. അപ്പോൾ ഒറ്റ വാല്യൂ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഒറ്റ സ്റ്റേറ്റ്മെൻറ്റ് മതി. CIN നമ്മൾ കീബോർഡിലൂടെ എൻ്റർ ചെയ്യുന്ന വാല്യൂ ആരിലേക്ക് സ്റ്റോർ ചെയ്തു? R സ്റ്റോർ ചെയ്തു. അപ്പോൾ നമ്മുടെ മോണിറ്ററിൽ ഉണ്ടാവും എൻ്റർ ദ റേഡിയസ് ഓഫ് എ സർക്കിൾ. അപ്പോൾ നമ്മൾ 2.5 ഇൻപുട്ട് ചെയ്തു എന്ന് വിചാരിക്കും. അപ്പോൾ R വാല്യൂ ഇവിടെ 2.5 ആണ്. കാരണം R ഇവിടെ ഫ്ലോട്ടായിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഏരിയ ഈക്വൽ ടു, ഈ ഒരു എക്സ്പ്രഷൻ അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഏരിയ ഈക്വൽ ടു πr². ഇവിടെ നമ്മൾ സാധാരണ മാത്തമാറ്റിക്കൽ ചെയ്യുന്ന R² പവർ ആയിട്ടല്ല എഴുതുക. നമ്മൾ ഇങ്ങനെ എഴുതണം π × R × R. πr² എന്നുള്ള എക്സ്പ്രഷൻ ഇങ്ങനെയാണ് എഴുതുക. π × R × R. ദിസ് ഈസ് ആൾസോ ഈക്വൽ ടു πr² അല്ലേ. കാരണം നമുക്ക് റേസ് ടു എന്നുള്ള ഒരു ഇത് നമ്മളിവിടെ പഠിച്ചിട്ടില്ല. നമ്മളൊരു ഓപ്പറേറ്റർ പഠിച്ചിട്ടില്ല നമ്മൾ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? R² എന്നൊക്കെ പറയുമ്പോൾ R × R. അപ്പോൾ അങ്ങനെ എഴുതിയിരിക്കണം. അപ്പോൾ പൈ ഇവിടെ കോൺസ്റ്റൻറ്റ് ഫിക്സഡ് വാല്യൂ ആണ് അല്ലേ. 3.14 × R വാല്യൂ നമ്മൾ എന്താ ഇൻപുട്ട് ചെയ്ത് വെച്ചാൽ അപ്പോൾ 2.5 ആണ്. 2.5 × 2.5. ഈ ഒരു എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്ത വാല്യൂ R സ്റ്റോർ ചെയ്തു, ഏരിയ എന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തു. പെരിമീറ്റർ, പെരി എന്നൊരു വേരിയബിളാണ് നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. അവിടെ നമ്മൾ 2πr 2 × π × R. അപ്പോൾ ഇൻറ്റു എന്ന ഓപ്പറേറ്റർ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ അത് എററായിട്ട് മാറും. സാധാരണ നമ്മൾ മാത്തമാറ്റിക്സ് ചാനൽ 2πr എന്ന് വെറുതെ എഴുതാൻ പാടില്ല. 2 × π × R തന്നെ നമ്മൾ എക്സ്പ്രഷനായിട്ട് എഴുതണം. എങ്കിലേ അതൊരു അരിത്തമാറ്റിക് എക്സ്പ്രഷൻ ആവുള്ളൂ. അപ്പോൾ ആ ഒരു എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്ത റിസൾട്ട് പെരി എന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തു. നമുക്കത് പ്രിൻറ്റ് ചെയ്യാം. Cout എന്ന് പറയുമ്പോൾ ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ആദ്യം ഡബിൾ കോട്ട്സിൽ കൊടുത്ത് അതേപോലെ നമുക്ക് മോണിറ്ററിൽ കാണാം ഏരിയ ഓഫ് ദ സർക്കിൾ ഈക്വൽ ടു, ഇതെന്താണ്? വേരിയബിളാണ്. അപ്പോൾ എന്താണ് അവിടെ കിട്ടിയിട്ടുള്ള വാല്യൂ അത് പ്രിൻറ്റ് ചെയ്യും. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് /n എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദിസ് ഈസ് എൻ എസ്കേപ്പ് സീക്വൻസ്. എസ്കേപ്പ് സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഒരു നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡബിൾ കോട്ട്സിൻ്റെ അകത്ത് /forwarded by a ക്യാരക്ടർ, അതിനല്ലേ സിംഗിൾ /forward by a ക്യാരക്ടർ, നമ്മളതിന് എസ്കേപ്പ് സീക്വൻസ്. സോ /n എന്ന് പറയുന്ന ന്യൂ ലൈൻ, അടുത്ത ലൈനിലേക്ക് പോകാനാണ് /n കൊടുക്കുന്നത്.
ഓട്ടോമാറ്റിക്കലി ഇത് കണ്ടു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് അടുത്ത ലൈനിലേക്ക് വരും. അതായത് ഏരിയ ഓഫ് ദ സർക്കിൾ കഴിഞ്ഞ് അടുത്ത ലൈനിലേക്കാണ് എന്ത് വരുന്നത്, നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിൻറ്റ് ചെയ്യുന്നത്. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എന്തായിരുന്നു, അതും സി ഔട്ട് മോണിറ്ററിൽ ഡിസ്പ്ലേ ചെയ്യാണ്. പെരിമീറ്റർ ഓഫ് ദ സർക്കിൾ ഈക്വൽ ടു, ഈ ഡബിൾ കോട്ട്സ് ക്ലോസ് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ അതെല്ലാം എററായിട്ട് മാറും. അപ്പോൾ എവിടെയാണോ ഡബിൾ കോട്ട്സ് ക്ലോസ് ചെയ്യുന്നത് അത്രയും നമുക്ക് മോണിറ്ററിൽ അതേപോലെ കാണാം. എന്നിട്ട് വേണം നമ്മൾ വേരിയബിൾ കൊടുക്കുമ്പോൾ ഔട്ട്പുട്ട് ഓപ്പറേറ്റർ കൊടുക്കാൻ. എന്നിട്ട് പെരി എന്ന് കൊടുത്താൽ ആ വേരിയബിളിൻ്റെ വാല്യൂ അവിടെ പ്രിൻറ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. സോ ഇത് ഒരു ഫ്ലോട്ടിംഗ് പോയിൻറ്റ് വാല്യൂ ആയതുകൊണ്ടാണ് ഇങ്ങനെ നമുക്ക് വാല്യൂ കിട്ടുന്നത്. ഇൻറ്റീജർ ആണെങ്കിൽ നമുക്ക് ഇൻറ്റീജർ വാല്യൂ തന്നെയായിരിക്കും പ്രിൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ ഇൻറ്റീജറായിട്ട് ഡിക്ലെയർ ചെയ്യണം. സോ ഒരു പ്രോഗ്രാം കൂടെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. പ്രോഗ്രാം ടു ഫൈൻഡ് ദ ASCII കോഡ് ഓഫ് എ ക്യാരക്ടർ. ASCII എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഓരോ ക്യാരക്ടറും പ്രസ് ചെയ്യുന്ന സമയത്ത് ആ ക്യാരക്ടറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു ഇൻറ്റീജർ വാല്യൂ ആണ് മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യുന്നത്. സോ അത് അതിൻ്റെ സ്റ്റാൻഡേർഡാണ്, അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫോർമേഷൻ ഇൻ്റർചേഞ്ച് എന്നുള്ള ASCII കോഡ്, അതിൻ്റെ സ്റ്റാൻഡേർഡ് കോഡ് വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ അകത്തേക്ക്, നമ്മളല്ല സിസ്റ്റത്തിൻ്റെ അകത്തേക്ക് അതിൻ്റെ വാല്യൂ പോകുന്നത്. അപ്പോൾ എ എന്ന് പ്രസ് ചെയ്യുമ്പോൾ എ എന്ന കറസ്പോണ്ടിങ് ക്യാരക്ടറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ASCII വാല്യൂ ഉണ്ടാവും, അതാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു ഒരു ക്യാരക്ടറിൻ്റെ ASCII വാല്യൂ എങ്ങനെ നമുക്ക് കാണാം, ഡിസ്പ്ലേ ചെയ്യാം എന്നതാണ് ഈ ഒരു പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ക്യാരക്ടറാണ് ഇൻപുട്ട് ചെയ്യുന്നത് എന്ന് ആദ്യം ശ്രദ്ധിക്കണം. അപ്പോൾ ക്യാരക്ടർ ഇൻപുട്ട് ചെയ്യുമ്പോൾ ഡാറ്റ ടൈപ്പ് എന്താവണം, ക്യാർ ആവണം. അപ്പോൾ ഇവിടെ ബാക്കിയെല്ലാം നമ്മളെന്നും ചെയ്യുന്ന പോലെ ഹാഷിങ്ങിലൂടെ IOStream യൂസിങ് നെയിം സ്പേസ് STD ഇൻറ്റു മെയിൻ ബ്രാക്കറ്റിൻ്റെ അകത്ത് നമുക്കൊരു ക്യാരക്ടറാണ് ഇൻപുട്ട് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ നമുക്കൊരു ക്യാരക്ടർ വേരിയബിൾ വേണം. അപ്പോൾ ഡാറ്റ ടൈപ്പ് എന്താണ്, ക്യാർ. അപ്പോൾ CH അതൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. ഇനി നമുക്കറിയാം ASCII എന്ന് പറയുമ്പോൾ ഒരു ഇൻറ്റീജർ വാല്യൂ ആണ്. അപ്പോൾ തൽക്കാലം നമ്മൾ വേറെ വേരിയബിൾ ഡിക്ലെയർ ചെയ്തു കാരണം നമുക്ക് ഈ ക്യാരക്ടറിൻ്റെ ASCII വാല്യൂ വേണമല്ലോ. ASC പറഞ്ഞിട്ട് ഞാനൊരു വേറൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, അതിൻ്റെ വാല്യൂ എന്താക്കി വെച്ചു, ഡാറ്റ ടൈപ്പ് ഇൻറ്റീജർ ആക്കി. അപ്പോൾ രണ്ട് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻ്റ് ആയി. സി ഔട്ട് ഇറ്റ്സ് എൻ ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ്. ഡബിൾ കോട്ട്സിൽ കാണുന്ന അതേപോലെ മോണിറ്ററിൽ കാണാം എൻഡ് ഓഫ് ദ ക്യാരക്ടർ. അപ്പോൾ മോണിറ്ററിൽ ഡിസ്പ്ലേ ചെയ്ത് വരും എൻഡ് ഓഫ് ദ ക്യാരക്ടർ. നമ്മളൊരു ക്യാരക്ടർ ഇൻപുട്ട് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇൻപുട്ട് ചെയ്ത ക്യാരക്ടർ എന്താണോ അത് ആരിലേക്ക് സ്റ്റോർ ചെയ്തു, കീബോർഡിലൂടെ ഇൻപുട്ട് ചെയ്യുന്ന ആ ഒരു ക്യാരക്ടർ CH എന്ന് പറഞ്ഞാൽ ഈ ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തു. അപ്പോൾ ഈ CH എന്ന് പറഞ്ഞാൽ നോക്കണം, അതിൻ്റെ അകത്ത് ഡാറ്റയുടെ ടൈപ്പ് ക്യാരക്ടറായിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. ഇനി ഇവിടെ എന്താ നടക്കുന്നത്, ഇതൊരു അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. CH എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ ASCII കോഡ്, കാരണം നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ക്യാരക്ടർ ആണെങ്കിൽ കൂടെ അത് മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്ത് അതിൻ്റെ ASCII വാല്യൂ ആയിരിക്കും ഉള്ളിൽ അല്ലേ. അത് നമ്മൾ ASC പറഞ്ഞ ഈ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തു. ഇതൊരു ഇൻറ്റീജർ വാല്യൂ ആണ്. അപ്പോൾ ഈ ക്യാരക്ടറിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻറ്റീജർ വാല്യൂ ആണ് ഈ ഒരു ASC എന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ പ്രിൻറ്റ് ചെയ്യാണ് സി ഔട്ട് ASCII ഓഫ്. അപ്പോൾ അത്രയും വന്നു. CH ASCII ഓഫ് CH എന്ന് പറഞ്ഞ വേരിയബിളാണ്. എന്താണ് ഇപ്പോൾ ക്യാരക്ടർ നമ്മളോട് പ്രിൻറ്റ് ചെയ്തത്, ആ ക്യാരക്ടർ. ഇപ്പോൾ A ആണെങ്കിൽ ASCII ഓഫ് A ഈക്വൽ ടു ഈ വേരിയബിൾ ഇതിൻ്റെ വാല്യൂ. ഇപ്പോൾ ക്യാപിറ്റൽ A ആണെങ്കിൽ അതിൻ്റെ ASCII വാല്യൂ 65 ആണ്. അപ്പോൾ ആ കറസ്പോണ്ടിങ് വാല്യൂ അവിടെ പ്രിൻറ്റ് ചെയ്ത് വരാം. ഇങ്ങനെ നമുക്ക് എല്ലാ ക്യാരക്ടേഴ്സിനെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ASCII വാല്യൂ നമുക്ക് ഈ ഒരു പ്രോഗ്രാം രീതി വെച്ച് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പ്രോഗ്രാം ചെയ്യേണ്ടത്. അപ്പോൾ ബേസിക് സ്ട്രക്ചർ പഠിക്കുക. മെയിനിൻ്റെ അകത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ്, ആ സ്റ്റേറ്റ്മെൻറ്റ്സ് ആദ്യം വരുന്ന ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ്. പിന്നെ നമ്മൾ പ്രോഗ്രാമിന് ആവശ്യത്തിനനുസരിച്ച് ആ പ്രോഗ്രാമിന് വേണ്ട ആവശ്യമായ എക്സ്പ്രഷൻസും ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം എഴുതിയിട്ടാണ് നമ്മൾ പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യേണ്ടത്.